ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ചു നോക്കിയാലോ. സ്വാർത്ഥതയുള്ള സമർപ്പണം സ്വർഗീയമല്ല. നീ സ്വർഗം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനായി നീ അധ്വാനിക്കുകയും വേണം. നീ ഒരുപക്ഷേ സ്വർഗീയമായ കാര്യങ്ങൾ ഉജ്ജ്വലമായി ആഗ്രഹിക്കുന്നുണ്ടാകാം, പക്ഷേ നിന്റെ ശാരീരിക മോഹങ്ങളെ നീ നിയന്ത്രിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. വസ്തുക്കൾ, വ്യക്തികൾ, സ്ഥാനമാനങ്ങൾ ഇവയുടെ പിന്നാലെ നീ പാപകരമായി പോകുന്നു. സ്വാർത്ഥതയുടെ കലർപ്പുള്ള ദൈവാരാധന സംശുദ്ധവും പൂർണ്ണവുമല്ല എന്ന് മനസ്സിലാക്കുക. നീ ദൈവത്തിന് പ്രിയങ്കരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ സ്വാഭാവിക ഭാവവാസനകൾ വിരുദ്ധമായവ പ്രവർത്തിക്കാൻ നീ തയ്യാറാകണം. നിനക്കിഷ്ടമില്ലാത്ത നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാൽ അത് നീ സന്തോഷപൂർവ്വം ചെയ്യണം. നിനക്ക് വളരെ ഇഷ്ടമെന്ന് നീ കരുതുന്ന ചില വസ്തുക്കൾ, ആഹാരപദാർത്ഥങ്ങൾ, ബന്ധങ്ങൾ ഇവയെല്ലാം നീ മനഃപൂർവ്വം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. കർത്താവായ ഈശോയെ അങ്ങ് അനുവദിക്കുന്ന സഹനങ്ങൾ തൃപ്തിയോടുകൂടെ സ്വീകരിക്കുവാനും അതിൽ ആനന്ദം കണ്ടെത്തുവാനുള്ള കൃപ അങ്ങ് എനിക്ക് നൽകണമേ.